കോഴിക്കോട് കൊയിലാണ്ടി തേരായിക്കടവിൽ പുതുതായി നിർമ്മിക്കുന്ന പാലം തകർന്നു. പാലം തകർന്നത് നിർമ്മാണത്തിലെ അപാകത മൂലമെന്നാണ് ആരോപണം. കിഫ്ബി പദ്ധതിയിൽ 23.8 കോടി ചെലവിൽ നിർമ്മിക്കുന്ന പാലമാണ് തകർന്നത്. അനൽക സൈദാണ് വിവരങ്ങളുമായി ചേർന്നത്. അനൽക, വിവരങ്ങൾ പറയൂ. സേതുലക്ഷ്മി, കോഴിക്കോട് കൊയിലാണ്ടിയിലാണ് ഇത്തരത്തിലൊരു പാലം തകർന്ന് നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിന്റെ ഒരു ഭാഗം തകർന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. കൊയിലാണ്ടി തോരായിൽ കടവിലെ പുതുതായി നിർമ്മിക്കുന്ന പാലത്തിന്റെ ഒരു ഭാഗമാണ് ഇത്തരത്തിൽ തകരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിന്റെ തൂണുകളാണ് തകർന്നു വീണത്. തൂണുകൾക്കിടയിൽ ആരും കുടുങ്ങിയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. അതായത് ഈ പാലത്തിന്റെ പണികൾ പുരോഗമിക്കുകയായിരുന്നു. അതായത് 265 മീറ്റർ നീളവും 11 മീറ്റർ വീതിയുമുള്ള പാലമാണിത്. അതായത് കൊയിലാണ്ടിയെയും അതോടൊപ്പം തന്നെ ബാലുശ്ശേരി നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ തോരായിക്കടവിൽ നിർമ്മിക്കുന്ന പാലത്തിന്റെ ബീമാണ് ചെരിഞ്ഞു വീണത്. അതായത് ഇതിന്റെ ചെരിഞ്ഞു വീഴാനുള്ള സാഹചര്യം എന്തെന്ന് വ്യക്തമല്ല. അത് കൂടുതൽ പൊതുമരാമത്ത് വകുപ്പിന്റെ ഒക്കെ തന്നെ അല്ലെങ്കിൽ വിദഗ്ധരൊക്കെ തന്നെ പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഏത് തരത്തിലാണ് ഈ പാലത്തിന്റെ പണിയിലിരിക്കുന്ന അല്ലെങ്കിൽ ബീം തകർന്നു വീഴുന്ന സാഹചര്യം എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. 2023 ആഗസ്റ്റ് 3-നാണ് ഇത്തരത്തിൽ നിർമ്മാണം ആരംഭിക്കുന്നത്. ഈ അകലാപ്പുഴയ്ക്ക് കുറുകെ ചെമഞ്ചേരി അത്തോളി പഞ്ചായത്ത് ചെമഞ്ചേരി ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിന്റെ ഭാഗം തകർന്നുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. KRFB PMU പ്രൊജക്ട് ഡയറക്ടറോടാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള PA മുഹമ്മദ് റിയാസ് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഈ മഞ്ചേരി ആസ്ഥാനമായിട്ടുള്ള PMR കൺസ്ട്രക്ഷൻ കമ്പനിയാണ് പാലത്തിന്റെ ഈ നിർമ്മാണ പ്രവർത്തികളൊക്കെ നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ അപകടം നടക്കുന്ന സമയത്ത് അതായത് ആളപായമൊന്നുമില്ലാന്നാണ് ഇപ്പോൾ നമുക്ക് നാട്ടുകാരോട് അടക്കം നമുക്ക് സംസാരിച്ച നമുക്ക് വ്യക്തമാക്കാൻ മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ 23.82 കോടി ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ ഈ പാലം തകർന്ന് വീഴുകയായിരുന്നു. ഇപ്പോൾ ഈ നിർമ്മാണ കമ്പനി പറയുന്നത് എന്താണ്? ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകാനുള്ള കാരണമായി അവർ പറയുന്നത് എന്താണ്? സേതുലക്ഷ്മി, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഈ നിർമ്മാണ ചുമതല ഉണ്ടായിരുന്ന PMR കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം നമുക്കിതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല. അതായത് എന്തുകൊണ്ടാണ്, ഏത് സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് പാലത്തിന്റെ ഒരു ഭാഗം നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണെന്ന കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്കൊരു ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഈ വരുന്ന സമയത്തൊക്കെ തന്നെ ഈ പ്രദേശം ശക്തമായ മഴയുണ്ടായിരുന്നു, ഒഴുക്കുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ഈ കാരണങ്ങളാണ് ഈ പാലത്തിന്റെ ഒരു ഭാഗം തകർന്നു വീഴാൻ എന്ന കാര്യങ്ങളിലൊക്കെ തന്നെ അത് വ്യക്തമാക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്, അതായത് നേരത്തെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ KRFB അതോടൊപ്പം തന്നെ PMU പ്രൊജക്ട് ഡയറക്ടറിന്റെ റിപ്പോർട്ടൊക്കെ കിട്ടിയതിന് ശേഷമായിരിക്കും ഏത് തരത്തിലാണ് ഇത്തരത്തിൽ പാലത്തിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിന്റെ ഒരു ബീം തകരാനിടായ സാഹചര്യം എന്നൊക്കെ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുള്ളൂ. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും മന്ത്രി ഉൾപ്പെടെ അല്ലെങ്കിൽ ഇതിൽ പ്രതികരണ സാധ്യതയുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ നാട്ടുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കൂടിയായിരുന്നു 2 മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ചുള്ള ഈ പാലം എന്ന് പറയുന്നത്. ആ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു പാലത്തിന്റെ ഒരു ബീം ഈ ഇത്തരത്തിൽ പുഴയിലേക്ക് തകർന്നു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. കോഴിക്കോട് കൊയിലാണ്ടി തോരായിക്കടവിലാണ് പുതുതായി നിർമ്മിക്കുന്ന പാലം തകർന്നു വീണത്. അനൽക സൈദാണ് വിവരങ്ങൾ നൽകിയത്.